ഇന്ത്യ മുന്നണിയിലേക്ക് വിജയുടെ ടി.വി.കെയെ എത്തിക്കാനുള്ള വി.സി.കെ ശ്രമം തള്ളി ഡി.എം.കെയുടെ അന്തിമ നിലപാട് എന്താകുമെന്നത് ഇനിയും വ്യക്തമല്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾ. ദേശീയ രാഷ്ട്രീയത്തിലും തമിഴ്നാട് രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങൾ. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം അഥവാ ടി.വി.കെയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള വി.സി.കെയുടെ മധ്യസ്ഥ ശ്രമം ഡി.എം.കെ തള്ളിയെന്നാണ് പുറത്തുവരുന്ന വിവരം. തമിഴ്നാട്ടിൽ കോൺഗ്രസിനെതിരെ പലപ്പോഴും കടുത്ത വിമർശനം ഉയർത്തുന്ന ഡി.എം.കെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയാണ്. എന്നാൽ അതേ മാതൃക ടി.വി.കെയുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ ഡി.എം.കെ തയ്യാറല്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വി.സി.കെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ആദ്യം ദേശീയ രാഷ്ട്രീയത്തിൽ ടി.വി.കെയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്നാണ് ഡി.എം.കെ ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ബി.ജെ.പിയെ പ്രധാന പ്രത്യയശാസ്ത്ര ശത്രുവായി വിശേഷിപ്പിക്കുന്നതിനൊപ്പം തമിഴ്നാട്ടിൽ ഡി.എം.കെയാണ് തന്റെ പ്രധാന രാഷ്ട്രീയ എതിരാളി എന്ന് വിജയ് ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിൽ ടി.വി.കെയുടെ യഥാർത്ഥ രാഷ്ട്രീയ സമീപനം വ്യക്തമാക്കേണ്ടതുണ്ടെന്നാണ് ഡി.എം.കെയുടെ നിലപാട്. വി.സി.കെ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിനെതിരെ ഡി.എം.കെ നേതാക്കൾ തുറന്ന നിലപാടും സ്വീകരിച്ചു. ഡി.എം.കെ എം.പി ഗണപതി പി രാജ്കുമാർ പറഞ്ഞത് കേരളത്തിലോ പശ്ചിമ ബംഗാളിലോ പ്രവർത്തിച്ച രാഷ്ട്രീയ മാതൃക തമിഴ്നാട്ടിൽ വിജയിക്കില്ല എന്നതാണ്. ദേശീയ തലത്തിൽ ബി.ജെ.പിക്കെതിരെ ഒരുമിച്ചും സംസ്ഥാന തലത്തിൽ പരസ്പരം എതിരാളികളായും പ്രവർത്തിക്കാമെന്ന വി.സി.കെ നേതാവ് തോൾ തിരുമണവാളന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളെ തന്നെ പ്രധാന രാഷ്ട്രീയ ശത്രുവായി വിശേഷിപ്പിക്കുന്ന ഒരു പാർട്ടിയെ എങ്ങനെ ഇന്ത്യ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാനാകും? അതിനൊപ്പം പാർലമെന്റിൽ എം.പിമാരില്ലാത്ത ഒരു പാർട്ടിയെ ഇന്ത്യ മുന്നണിയിലെ അംഗത്വത്തിനായി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യവും രാജ്കുമാർ ഉയർത്തി. അതേസമയം അടുത്തിടെ നടന്ന കരൂർ ദുരന്തത്തെ ചൊല്ലിയുണ്ടായ വിവാദവും ഈ രാഷ്ട്രീയ സംഘർഷത്തിന് കൂടുതൽ മൂർച്ച നൽകിയിരിക്കുകയാണ്. ദുരന്തത്തിനു പിന്നാലെ ആദ്യമായി സംഭവസ്ഥലം സന്ദർശിച്ച വിജയ് ദുരന്തത്തിന് ഉത്തരവാദി പോലീസാണെന്നും അന്നത്തെ ഡി.എം.കെ സർക്കാരിന്റെ വീഴ്ചയാണ് സംഭവത്തിന് കാരണമെന്നും ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഡി.എം.കെയും ടി.വി.കെയും തമ്മിലുള്ള വാക്കേറ്റവും ശക്തമായി. ഇതിനിടെയാണ് ടി.വി.കെയെ ഇന്ത്യ മുന്നണിയിലേക്ക് ക്ഷണിക്കണമെന്ന് വി.സി.കെ ശക്തമായി ആവശ്യപ്പെടുന്നത്. ബി.ജെ.പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഡി.എം.കെയും ടി.വി.കെയും ഒരേ ദേശീയ വേദിയിൽ ഒന്നിക്കണമെന്നാണ് വി.സി.കെ അധ്യക്ഷന്റെ നിലപാട്. ഇത് തമിഴ്നാടിന്റെ മാത്രം ആവശ്യകതയല്ല, ദേശീയ ആവശ്യകതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് എം.പി ജ്യോതി മണിയും ഈ നിർദ്ദേശത്തെ പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ വിവാദം ശക്തമായിട്ടും തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ സ്റ്റാലിനോ ടി.വി.കെ അധ്യക്ഷൻ വിജയോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡി.എം.കെയുടെ അന്തിമ നിലപാട് എന്താകുമെന്നത് ഇനിയും വ്യക്തമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടെ മറ്റൊരു നിർണായക രാഷ്ട്രീയ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തന രീതിയെയും വോട്ടർ പട്ടികയിലെ പ്രത്യേക തീവ്ര പുതുക്കൽ നടപടികളെയും ചോദ്യം ചെയ്ത സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് അയച്ച കത്തിൽ ഒപ്പുവെച്ച 23 പ്രതിപക്ഷ പാർട്ടികളിൽ ഡി.എം.കെയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ സമീപകാല യോഗം ഡി.എം.കെയും എ.എ.പിയും ബഹിഷ്കരിച്ചിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രതിപക്ഷ ഐക്യം പ്രകടമാക്കുന്ന സംയുക്ത മെമ്മോറാണ്ടത്തിൽ ഡി.എം.കെ ഒപ്പുവെച്ചത് ദേശീയ തലത്തിലെ സഹകരണം ഇപ്പോഴും തുടരുന്നുവെന്ന സൂചനയായി രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ടി.വി.കെയെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള ശ്രമം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണെങ്കിലും ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറുന്നതനുസരിച്ച് ഈ വിഷയത്തിൽ പുതിയ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായ ചോദ്യം.